നമസ്കാരം. 24 ന്യൂസിൻ്റെ ഹാഷ്മി താജ് ഇബ്രാഹിം മിനിഞ്ഞാന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ എടുത്ത് സംപ്രേഷണം ചെയ്യുന്നത്. സ്വാഭാവികമായും എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ ഞാൻ അതേക്കുറിച്ച് ഒരഭിപ്രായം ഇന്നലെ പറയും എന്ന് കരുതി. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടം അനാവശ്യമായി വേട്ടയാടപ്പെട്ടയാളാണ് എന്ന നിലപാടിൽ ഉറച്ചു പോകുന്ന ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ വാദത്തെ പിന്തുണയ്ക്കുന്ന തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വന്നപ്പോൾ എൻ്റെ ഒരു പ്രതികരണം ഉണ്ടാവും എന്ന് പലരും കരുതി. അതുണ്ടായില്ല. എന്തുകൊണ്ടാണ് അതുണ്ടാവാതിരുന്നത് എന്ന് പലരും ചോദിക്കുന്നുണ്ട്. എന്താണ്, ഇൻ്റർവ്യൂ കിട്ടാതെ പോയതിൻ്റെ വേദനയാണോ വിഷമമാണോ എന്ന് ചിലരെങ്കിലും ചോദിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ 24 ന്യൂസിന് രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിമുഖം കൊടുത്തു എന്നത് തന്നെയാണ് അത് ഏറ്റുപിടിക്കേണ്ട എന്ന് തീരുമാനിക്കാനുള്ള കാരണം. 24 ന്യൂസും റിപ്പോർട്ടർ ചാനലും മീഡിയ വണും പിടിക്കുന്ന വിഷയങ്ങൾ ഏറ്റെടുക്കാൻ മാനസികമായി എനിക്ക് താല്പര്യക്കുറവാണ്. കാരണം ആ മൂന്നും സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന മാധ്യമങ്ങളല്ല. ബാക്കി എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. കൈരളിക്ക് രാഷ്ട്രീയമുണ്ട്, ജനൻ ടി വിക്ക് രാഷ്ട്രീയമുണ്ട്, എന്തിനേറെ നിഷ്പക്ഷ ചാനൽ എന്ന് പറയുന്ന മനോരമയ്ക്കും മാതൃഭൂമിക്കും ഏഷ്യാനെറ്റിനും ഒക്കെ രാഷ്ട്രീയമുണ്ട്. പക്ഷേ ആ രാഷ്ട്രീയമൊക്കെ പരിമിതമാണ്. അവർ രാഷ്ട്രീയത്തിന് വേണ്ടി ചില നിലപാടെടുക്കുമെങ്കിലും പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിക്കില്ല. അങ്ങനെ പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്ന പച്ചവർഗീയത പറയുന്ന ഈ ചാനലുകൾ പലപ്പോഴും ചെയ്യുന്നത് നമ്മൾ അവരെക്കുറിച്ച് നല്ലത് പറഞ്ഞാലും കോപ്പിറൈറ്റ് ക്ലെയിം എടുക്കും. പ്രത്യേകിച്ച് 24 ന്യൂസും ഞാനും തമ്മിലുള്ള 5 or 6 കോപ്പിറൈറ്റ് കേസ് കോടതികളിലുണ്ട്, വിവിധ കോടതികളിലുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം അവിടെ പറഞ്ഞത് എന്തെങ്കിലും എടുത്താൽ അതിന് നിയമപ്രശ്നം ഉണ്ടാകും എന്നത് തന്നെയാണ് അത് തൊടാതിരിക്കാൻ കാരണം. ഇപ്പോഴും രാഹുലിൻ്റെ അഭിമുഖത്തിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ അഭിമുഖം ഞാൻ മൊത്തം കേട്ടു. അതേക്കുറിച്ച് വിശദമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റും. അതിനുശേഷമുണ്ടായ ഈ ബഹളങ്ങൾ കാണുമ്പോൾ ഈ ബഹളങ്ങളാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണമായി മാറിയത്. അഭിമുഖം അങ്ങനെയങ്ങ് അവസാനിച്ചു പോയിരുന്നെങ്കിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുമായിരുന്നില്ല. വീഡിയോ ചെയ്യാൻ കാരണം അതിനുശേഷമുണ്ടായ ചില ഡെവലപ്മെൻറ്റുകളാണ്. അതങ്ങനെ അവഗണിക്കാൻ എനിക്ക് കഴിയില്ല. പക്ഷെ ഒരു കാര്യം പറയാം, രാഹുൽ മാങ്കൂട്ടത്തിൽ അതിബുദ്ധിമാനായ ഒരു രാഷ്ട്രീയക്കാരനാണ്. രാഹുൽ കൃത്യമായ കാൽക്കുലേഷനോടുകൂടിയാണ് അഭിമുഖത്തിന് പോയത്. എന്തുകൊണ്ടാണ് 24 തിരഞ്ഞെടുത്തതെന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ട് ഏഷ്യാനെറ്റ് തിരഞ്ഞെടുത്തില്ല എന്നും എനിക്കറിയില്ല. കാരണം 24-നേക്കാൾ എത്രയോ മടങ്ങ് സ്വാധീനം ഏഷ്യാനെറ്റിനുണ്ട്. എന്തായാലും ഒരു കാര്യം പറയട്ടെ, 24 ലാഭക്കച്ചവടമാണ്. കാരണം 24 ന്യൂസ് വളരെയധികം പിറകോട്ട് പോയിരുന്നു. അവരുടെ പല മാധ്യമപ്രവർത്തകരും അവരെ വിട്ടു പോകുന്ന റിപ്പോർട്ടുകളുണ്ട്. ഈ പശ്ചാത്തലത്തിൽ അവർക്കൊരു ബൂസ്റ്റായി മാറി. ഇപ്പോൾ ശ്രീകണ്ഠൻ നായർ വളരെ കഷ്ടപ്പെട്ട് തമ്മിൽ എന്ന പരിപാടിയൊക്കെ നടത്തി അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്ക് കൂട്ടിയാണ് 24-ന്റെ റേറ്റിംഗ് നിലനിർത്താൻ ശ്രമിക്കുന്നത്. എന്നാൽ രാഹുലിന് കൃത്യമായി പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതി എല്ലാം രാഹുൽ വിജയിച്ചിരിക്കുന്നു. ആദ്യത്തെ രാഹുലിന്റെ ലക്ഷ്യം തന്നെ സ്നേഹിക്കുന്ന കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർ തന്നോട് പ്രിയം തുടരണമെന്നതാണ്. തന്നെ എതിർക്കുന്ന നേതാക്കൾക്ക് തന്നോട് പിണക്കം കുറയണമെന്നതാണ്. അത് രണ്ടും അദ്ദേഹം സാധിച്ചെടുത്തു. അതിനുവേണ്ടി അദ്ദേഹം സ്വീകരിച്ചൊരു നിലപാടുണ്ട്. കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കേണ്ട എന്ന തീരുമാനമെടുത്താലും ആ പുറത്താക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് ഗുണമാകും എന്നതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി തനിക്കേൽപ്പിച്ചിരിക്കുന്ന പാർട്ടി പ്രവർത്തനമാണ് പുറത്താക്കൽ എന്ന് കരുതി ഞാൻ അച്ചടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകനായി പുറത്തു നിൽക്കും എന്നുള്ള പ്രഖ്യാപനമുണ്ടല്ലോ, അത് ആത്മാർത്ഥമായി കോൺഗ്രസ് പാർട്ടിയെ സ്നേഹിക്കുന്നവരുടെ ചങ്ക് തകർക്കുന്ന, നമ്മുടെ ജയശങ്കർ വക്കീൽ പറഞ്ഞതുപോലെ ഒരു തേങ്ങലോടെ അല്ലാതെ കണ്ടിരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുന്ന ഡയലോഗാണ്. മാത്രമല്ല വി.ഡി. സതീശൻ എന്നോട് സംസാരിച്ചിട്ടില്ല എന്നുള്ള വേദന പറഞ്ഞുകൊണ്ട് തന്നെ വി.ഡി. സതീശനെ ന്യായീകരിക്കുകയാണ്. അങ്ങനെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഉള്ള എതിർപ്പുകളെ ഇല്ലാതാക്കി ഒരു സിമ്പതി ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിൽ ഒരു കുത്തുവാക്ക് പോലും ഇല്ലാതെ, ഒരു വെല്ലുവിളിയും ഇല്ലാതെ രാഹുൽ കൃത്യമായ പ്ലേസിംഗ് നടത്തി ഒരു വശത്തെ. മറുവശത്തെ രാഹുലിനൊരു പരിമിതിയുണ്ട്. രാഹുൽ പ്രതിയായിരിക്കുന്ന 3 കേസിലും അഭിപ്രായം പറയാൻ രാഹുലിന് അവകാശമില്ല. കാരണം അങ്ങനെ പറഞ്ഞാൽ അവരിങ്ങനെ നോക്കിയിരിക്കുകയാണ്, സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് റെക്കോർഡിംഗ് ഒക്കെ നടത്തി കാത്തിരിക്കുകയാണ് കോടതിയെ കൊണ്ടുപോയി ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടാൻ. പ്രത്യേകിച്ച് 1ാമത്തെ കേസിൽ ഇതുവരെ ജാമ്യം കിട്ടിയിട്ടില്ല, അറസ്റ്റ് തടഞ്ഞിട്ടുള്ളൂ, ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. മറ്റ് 2 കേസിലുമാണ് ജാമ്യം കിട്ടിയത്. ജാമ്യ വ്യവസ്ഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇരകളെ അപമാനിക്കുകയോ ബുദ്ധിമുട്ടിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യരുതെന്ന, നേരിട്ടോ സോഷ്യൽ മീഡിയ വഴിയോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇരകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ രാഹുലിന്റെ ജാമ്യം റദ്ദാക്കപ്പെടും. രാഹുൽ ഇരകളെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, യാതൊന്നും പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് ഇരകളല്ലാത്ത രാഹുലിനെ ആക്രമിക്കാൻ ഓടിക്കൂടിയ വെട്ടിക്കിളിക്കൂട്ടത്തെ ഓരോരുത്തരെയായി അരിഞ്ഞിട്ടു. പ്രത്യേകിച്ച് 3 പേരുകൾ. ഒന്ന് ഷഹനാസ് എന്ന KPCCയുടെ സാംസ്കാരിക സാഹിതി വനിത നേതാവ്, 2 ഹണി ഭാസ്കർ എന്ന ഇടത് സൈബർ പോരാളി, 3 ഈ എല്ലാത്തിനെയും തുടക്കക്കാരിയായ കോൺഗ്രസിന്റെ സ്വന്തമെന്ന് കരുതുന്ന റിനി ആൻ ജോർജ്. ഇവരെ കൃത്യമായി വകഞ്ഞ് വളഞ്ഞ് വിട്ടുവീഴ്ത്തി കഴിഞ്ഞു.
3 പേരും ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് എതിരാളികൾക്ക് പോലും തോന്നുന്ന തരത്തിൽ വ്യക്തമായി പറഞ്ഞു. എന്ന് മാത്രമല്ല, ഇവർ 3 പേരും രാഹുലുമായിട്ടുള്ള ബന്ധത്തിന്റെ വിശദാംശങ്ങൾ വരെ പുറത്തു വന്നു. കൃത്യമായുള്ള ആക്രമണമായിരുന്നു. അതിൽ ഷഹനാസ് ഒഴികെ 2 പേരും ബലൂൺ പറപ്പിച്ച് നടക്കണം. അവർക്കറിയാം എന്തെങ്കിലും മറുപടി പറഞ്ഞ് പണി വാങ്ങരുതെന്ന്. അവരെ 2നെയും നിശബ്ദരാക്കുന്ന തരത്തിൽ രാഹുൽ വിജയിച്ചു. ഷഹനാസ് കൃത്യമായി രാഹുലിന്റെ വലയിൽ വീണു, അല്ലെങ്കിൽ രാഹുൽ എറിഞ്ഞ് ചൂണ്ടയിൽ കൊത്തി എന്ന് പറയേണ്ടി വരും. ഷഹനാസിന്റെ പത്രസമ്മേളനത്തിൽ കണ്ടവർക്കറിയാം രാഹുൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചേ അല്ല, അവൻ അവൾ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ച് പരിഭ്രാന്തിയോടുകൂടി ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഷഹനാസിന് മനസ്സിലായി താൻ ഈ വിഷയത്തിൽ സാധാരണക്കാർക്കിടയിൽ നാറിയിരിക്കുന്നുവെന്ന്. ചുരുക്കി പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം ഉദ്ദേശിച്ചത് സാധിച്ചു. പാർട്ടിക്കുള്ളിൽ ഒരു പ്ലേസിംഗ് നടന്നു. ശത്രുക്കൾ ഈ കെണിയിലേക്ക് വന്ന് വീണു. ഷഹനാസ് വന്ന് കുത്തിയത് ഉദാഹരണമാണ്. ഷഹനാസ് തന്നെ കുത്തി, അതിന് മറുപടി പോലും പറയേണ്ടാത്ത തരത്തിൽ ഷഹനാസ് സ്വയം സോഷ്യൽ മീഡിയ നാടിക്കൊണ്ടിരിക്കുക. ഉള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് കഥകളുമായി പലരും രംഗത്തിറങ്ങിയിട്ട് ഇനി പുതിയ കേസൊക്കെ ഉണ്ടാവും. ഷഹനാസിനെ അപമാനിച്ചു എന്ന് പറഞ്ഞ് പല ആളുകളെയും പ്രതിയാക്കുന്ന സാഹചര്യം. ഇതാണല്ലോ അതിന്റെ ക്ലൈമാക്സ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇതിന്റെ ക്ലൈമാക്സ് ഇതൊന്നുമല്ല. ഇതിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് മറ്റു ചിലരെ ലക്ഷ്യം വെച്ച് ഇട്ട് ചൂണ്ടയിൽ അവരൊക്കെ കൊത്തി തുടങ്ങിയെന്നതാണ്. ഉദാഹരണത്തിന് ലക്ഷ്മി പത്മ. ചില മാധ്യമ പ്രവർത്തകർ ഇതിന്റെ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്ന് രാഹുൽ പറഞ്ഞെങ്കിലും ലക്ഷ്മിയുടെ പേര് പറഞ്ഞിരുന്നില്ല, ഞാൻ കേട്ടില്ല. പക്ഷെ ലക്ഷ്മി വന്നു കുത്തി. വാസ്തവത്തിൽ രാഹുൽ ആ ചൂണ്ടയിട്ട് കൊടുത്തത് ലക്ഷ്മി കൊത്താനായിരുന്നു. ലക്ഷ്മി ഹാഷ്മിയെ ചീത്ത വിളിച്ചുകൊണ്ട് ഹാഷ്മി ചോദിക്കേണ്ട ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാണ് രംഗത്ത് വന്നത്. ലക്ഷ്മി മാത്രമേ ഒരുപാട് പേർ ഹാഷ്മിയെ മാധ്യമ പ്രവർത്തനം പഠിപ്പിക്കാൻ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അവരൊക്കെ ഹാഷ്മി ചോദിക്കേണ്ട ചോദ്യങ്ങൾ എന്ന് പറയുന്ന ചോദ്യത്തിൽ 99% ഈ 3 ഇരകളുമായി ബന്ധപ്പെട്ടതാണ്. അവർ മറന്നുപോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് താൻ പ്രതിയായിരിക്കുന്ന കേസിലെ അതിജീവിതകളെ കുറിച്ച് മിണ്ടാൻ അനുമതിയില്ല എന്നതാണ്. അതുകൊണ്ട് ആ ചോദ്യങ്ങൾ അപ്രസക്തമാണ്. രാഹുലിന് അതേക്കുറിച്ച് പറയാൻ പറ്റില്ല. പറഞ്ഞാൽ അത് നിയമവിരുദ്ധമാവും. അപ്പോഴേക്കും ഇവർക്കൊക്കെ വെപ്രാളമായി. കാരണം ഇവർ വിചാരിച്ചതിനപ്പുറത്തേക്ക് വലിയ സ്വീകാര്യത രാഹുലിന് കിട്ടുന്നു. രാഹുലിനെ വേട്ടയാടി എന്നൊരു തോന്നലുണ്ടാവും. രാഹുൽ തിരിച്ച് പാലക്കാടേക്ക് വന്നെന്ന് വരാം. രാഹുൽ വീണ്ടും അധികാര സംവിധാനത്തിലേക്ക് വന്നെന്ന് വരാം. ഈ കരുതിക്കൂട്ടി വേട്ടയാടി ഇവർക്ക് പരിഭ്രാന്തരായി. ഇന്നലെ ഒരു ദിവസം നമ്മൾ കാണുന്നത് ഇവരെല്ലാം പഴയതിനേക്കാൾ ആവേശത്തോട് ഒരുമിച്ച് നിൽക്കുകയാണ്. അവരെല്ലാം വലിച്ചു കീറുന്നത് പാവ ഹാഷ്മിയാണ്. ഓർക്കണം, കോൺഗ്രസ്സുകാർ ഹാഷ്മി ഒരു വശത്ത് ബഹളം വെക്കുന്നുണ്ട്, ഉത്തരം പറയാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ്. മറുഭാഗത്ത് ഈ ബുദ്ധിജീവികളും സൈബർ യൂട്യൂബർമാരും സൈബർ നേതാക്കന്മാരും എല്ലാം കൂടി ഒരുമിച്ചിറങ്ങി. അതിൽ രാഷ്ട്രീയമൊന്നുമില്ല, സംഖ്യകളും കമ്മികളും എല്ലാം ഉണ്ട്. എല്ലാവരും ഹാഷ്മിയെ വലിച്ചു കീറുകയാണ്. അതിൽ ഒരുത്തൻ, ഒരു ഷമീർ എന്ന മറ്റേ പേരൊരുത്തൻ അമ്മയെയും പെങ്ങളെയും മകളെയും വരെ അധിക്ഷേപിക്കുന്നത് കണ്ടു. എല്ലാവരും ഹാഷ്മിയെ വലിച്ചു കീറി. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ്. ഹാഷ്മി ഒരു മാധ്യമ പ്രവർത്തകനാണ്. ഹാഷ്മി ആരെ കിട്ടിയാലും ഒരു മാധ്യമ പ്രവർത്തകൻ ഇന്റർവ്യൂ എടുക്കണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. മാധ്യമ പ്രവർത്തകന്റെ പണി എന്താണ്? അവന്റെ മുമ്പിൽ എത്തുന്ന ആൾക്ക് പറയാനുള്ളത് നാട്ടുകാരെ കേൾപ്പിക്കുക, എന്നിട്ട് അവന്റെ അഭിപ്രായം പറയുക. അപ്പൊ ഞാൻ ഗണേഷ് കുമാറിന്റെ അഭിമുഖം കൊടുത്തു പലരും നീ ഇരട്ടത്താപ്പുകാരനാണ്, നീ അയാളെ വിളിച്ചിരുത്തി എന്ന് ചോദിച്ച് എന്നെ അധിക്ഷേപിക്കുന്ന കണ്ടു. ഗണേഷ് കുമാറിന്റെ അല്ല, എന്റെ ഏറ്റവും വലിയ ആഗ്രഹം പിണറായി വിജയന്റെ ഇന്റർവ്യൂ എടുക്കണമെന്നാണ്. ഇനി പിണറായിയോട് ഞാൻ ഇന്റർവ്യൂ എടുക്കുകയാണെങ്കിലും ഞാൻ അനാവശ്യമായി ചോദ്യം ചെയ്ത് ബഹളം വെച്ച് പേടിപ്പിച്ച് ഉത്തരം മുട്ടിക്കാൻ ശ്രമിക്കില്ല. ഉത്തരം മുട്ടിക്കുന്നതല്ല ഒരു മാധ്യമ പ്രവർത്തകന്റെ ധർമ്മം. നേരെ മറിച്ച് ഉത്തരം പറയിപ്പിക്കുന്നതാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. രാഷ്ട്രീയമായി ഞാൻ ഏറ്റവും അധികം എതിർക്കുന്ന ഒരു വിഷവിത്ത് എന്ന് പറയുന്നത് പി വി അൻവറാണ്. പി വി അൻവർ നാളെ മറുനാടൻ ഓഫീസിൽ വന്ന് എനിക്ക് അഭിമുഖം നൽകാമെന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കും, സന്തോഷത്തോടെ എടുക്കും. അത് മാധ്യമ പ്രവർത്തകന്റെ പണിയാണ്. മാത്രമല്ല, ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അജ്ഞാതരായ ചില അതിജീവിതകൾ പറഞ്ഞ പരാതികൾ വലിയ വാർത്തയാക്കുകയും രാഹുലിനെ അറ്റാക്ക് ചെയ്യുകയും രാഹുലിനെ പെൺവേട്ടക്കാരനാക്കി ചിത്രീകരിക്കുകയും രാഹുലിനെ വഴിയിൽ ആക്രമിക്കുകയും രാഹുലിനെ കുറിച്ച് ട്രോളുകൾ ഇറക്കുകയും ഒക്കെ ചെയ്തവർ രാഹുൽ ഒന്നും പറയാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? രാഹുലിന് പരിമിതികളുണ്ട്, കോടതിയുടെ നിയന്ത്രണങ്ങളുണ്ട്. ആ നിയന്ത്രണത്തിനുള്ളിൽ നിന്നുകൊണ്ട് രാഹുലിനെ സംസാരിക്കാൻ അനുവദിക്കുന്നതിൽ എന്താണ് തെറ്റ്? എനിക്ക് പിടികിട്ടുന്നില്ല. ഇവരെല്ലാം കൂടി ഒരുമിച്ച് രാഹുലിന്റെ അഭിമുഖം എടുത്തതിന് ഈ ഹാഷ്മിയുടെ നെഞ്ചത്ത് കയറുന്നത് എന്തിനാണെന്ന്. രാഹുലും ഹാഷ്മിയും തമ്മിൽ അഭിമുഖത്തിലേക്ക് കടക്കുന്നില്ല എന്ന് പറഞ്ഞു. എനിക്ക് കൗതുകം ഉണർത്തിയത് ലക്ഷ്മി പത്മയുടെ പോസ്റ്റ് ഫിനി നൈനാൻ കയറി പിടിച്ചപ്പോഴാണ്. ലക്ഷ്മി പത്മ വികാരപരമായ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നു, ഒപ്പം അതിൽ കുറെ സ്ക്രീൻഷോട്ടുകൾ ഇടുന്നു. അതിൽ കയറി പിടിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഉറ്റ ചങ്ങാതി ഫെന്നി നൈനാനാണ്. ഫെന്നി ഇങ്ങനെ എഴുതി: ലക്ഷ്മി പത്മ ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്റെയും ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് പുറത്തുവിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ചില കാര്യങ്ങൾ ആ വിഷയത്തിൽ പറയാനുണ്ട്. ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്നും മുഖത്ത് തുപ്പിയെന്നും ആരോപണം ഉന്നയിച്ച പരാതിക്കാരി രാഹുൽ മാങ്കൂട്ടം MLAക്ക് അതിനുശേഷവും ഷാംപൂവും ഫേസ് വാഷും കസ്റ്റമൈസ്ഡ് കീ ചെയിനും വാച്ചും ചെരുപ്പും ഗോട്ട് മിൽക്കും ഒക്കെ വാങ്ങിക്കൊടുത്തുവെന്ന് സൂചിപ്പിക്കുന്ന താങ്കളുടെ സ്ക്രീൻഷോട്ടുകൾ കണ്ടു.
3 തവണയായി 20,000 രൂപ പണമായി അയച്ചതിന്റെ സ്ക്രീൻഷോട്ടും അക്കൗണ്ടത്തിലുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടം തനിക്ക് അവർ പണം അയച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് താൻ 1 രൂപയെങ്കിലും അവരോട് ആവശ്യപ്പെട്ടതിന്റെ തെളിവ് പുറത്തുവിടാനാണ്. ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നുണ്ടോ? ലക്ഷ്മി പത്മ 20-ൽ പരം സ്ക്രീൻഷോട്ട് ഇട്ടതിൽ നിന്ന് 1 തവണ പണം അയച്ചതിന്റെ മാത്രം ഏത് മാസത്തിലാണ് അയച്ചതെന്ന് മറച്ചിരിക്കുന്നു. അതെന്തുകൊണ്ടാണ്? ഉത്തരം ഞാൻ തന്നെ പറയാം. ഏപ്രിൽ 14, 2024 നിങ്ങൾ മറച്ച ആ ഡേറ്റ്. ഏപ്രിൽ 14 പ്രത്യേകത ബലാത്സംഗം നടന്നു എന്ന് ആരോപിക്കപ്പെടുന്ന ഏപ്രിൽ 8 കഴിഞ്ഞ് കൃത്യം 6 ദിവസത്തിന് ശേഷമുള്ള ഡേറ്റാണ്. താങ്കൾ പണം അയച്ച തീയതി മറയ്ക്കാൻ കാരണം ബലാത്സംഗം ചെയ്ത് മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ മുറിവ് മായും മുൻപേ 10,000 രൂപ ബലാത്സംഗം ചെയ്തു എന്ന് ആരോപിക്കുന്ന ആൾക്ക് കൊടുത്തതിന്റെ ലോജിക്ക് താങ്കൾക്ക് പോലും ദഹിക്കാത്തത് കൊണ്ടാകും അല്ലേ? ഇതാണ് ഇതിന്റെ ആന്റി ക്ലൈമാക്സ് എന്ന് പറയുന്നത്. ഞാൻ അക്ഷരാർത്ഥത്തിൽ രാഹുലിന്റെ കൂർമ്മ ബുദ്ധിയെ നമിക്കുകയാണ്. രാഹുലിന് ഈ 3 അതിജീവിതകളെക്കുറിച്ചും പറയാൻ അവകാശമില്ല. എന്നിട്ടും രാഹുൽ അതിജീവിതകളെക്കുറിച്ച് ചർച്ചയാക്കാൻ, അതും അതിജീവിതകളെ പിന്തുണയ്ക്കുന്നവരുടെ വാക്കുകളിലൂടെ ചർച്ചയാക്കാൻ കൃത്യമായി ചൂണ്ടയിട്ട് കൊടുത്തു. ചൂണ്ടയിൽ അതിജീവിതകളുടെ രക്ഷകർ തന്നെ കൊത്തി. അതിലൊന്നാണിത്. രാഹുൽ ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞിരിക്കുന്നത് ഫെനി നൈനാന് ഇത് ചൂണ്ടിക്കാട്ടുന്നതിൽ ഒരു കുഴപ്പവുമില്ല. കാരണം ഇട്ടിരിക്കുന്ന പോസ്റ്റ് ലക്ഷ്മി പത്മയുടേതാണ്. നോക്കൂ, ലക്ഷ്മി പത്മ ബോധപൂർവം ഈ സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിട്ടപ്പോൾ ഈ സ്ക്രീൻഷോട്ടുകളൊക്കെ വിചിത്രമാണ്. ഈ അതിജീവിത രാഹുൽ മാങ്കൂട്ടത്തിന് പണം കൊടുത്തതിന്റെയും സമ്മാനങ്ങൾ വാങ്ങിക്കൊടുത്തതിന്റെയും തെളിവുകളാണ്. ഓർക്കണം, ഏപ്രിൽ 8 ബലാത്സംഗം ചെയ്തതിനു ശേഷം പിന്നെ എന്തിനാണ് ഈ സമ്മാനങ്ങൾ വാങ്ങിക്കൊടുത്തത് എന്ന ന്യായമായ ചോദ്യം, അതായത് ബലാത്സംഗം നടന്നിട്ടില്ല എന്നതിന് ഏറ്റവും വ്യക്തമായ തെളിവായി മാറുന്നു. അതിൽ തന്നെ ഒരു സ്ക്രീൻഷോട്ട് ലക്ഷ്മി പത്മ തന്നെ ഡേറ്റും അയക്കുന്നു. ബാക്കിയൊന്നും ഡേറ്റും അയച്ചിട്ടില്ല. ഏപ്രിൽ 14 എന്ന ഡേറ്റ്. കാരണം ബലാത്സംഗം നടന്നു എന്ന് ആരോപിക്കുന്നത് ഏപ്രിൽ 8. അതിനുശേഷം 6 ദിവസം കഴിയുമ്പോൾ ഈ 10,000 രൂപ കൊടുക്കണമെങ്കിൽ അതെങ്ങനെ ബലാത്സംഗമാവും എന്ന ചോദ്യം ആർക്കും തോന്നാം. അത് ഒഴിവാക്കാൻ വേണ്ടി ലക്ഷ്മി പത്മ ചെയ്തതാണ്. അതായത് ലക്ഷ്മി പത്മയ്ക്ക് പോലും അറിയാം ഇത് ബലാത്സംഗമല്ല എന്ന്. ഞങ്ങളൊക്കെ പറഞ്ഞത് ഇത് തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടം പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ സ്ത്രീകൾ പ്രലോഭിപ്പിച്ചാലും അതിൽ വീഴാതെ പിടിച്ചു നിൽക്കേണ്ട ആളാണ്. രാഹുൽ സ്ത്രീകളെ ചൂണ്ടയിട്ട് നോക്കാറുണ്ട്, ആ ചൂണ്ടയിൽ കുത്തുന്നവരെ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അവരെ ബലാത്സംഗം ചെയ്തിട്ടില്ല. സമ്മതപ്രകാരമല്ലാതെ മോഹന വാഗ്ദാനം കൊടുക്കാതെ മാത്രമായിരുന്നു ബന്ധം. അതിന് തെളിവുമായി പുറത്തു വന്നിരിക്കുന്നു. ഇതുവരെ ഈ അതിജീവിതയ്ക്ക് വേണ്ടി രംഗത്തിറങ്ങിയ ലക്ഷ്മി പത്മ എന്ന് തെളിയിക്കുകയാണ് ഈ സ്ക്രീൻഷോട്ട്. അതാണ് ഇവർ പറയുന്നത്. ഒരുപാട് പോസ്റ്റുകൾ, ഒരുപാട് വാദങ്ങളുമുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അഞ്ജു പാർവതി പ്രബീഷിന്റെ ചെറിയൊരു പോസ്റ്റ് മാത്രം വായിച്ചു കേൾപ്പിക്കാം. ഇന്നലെ ആ ഇന്റർവ്യൂ വന്നത് മുതൽ ഹാഷ്മിയ ജേർണലിസം പഠിപ്പിക്കാൻ, മാധ്യമധർമ്മം പഠിപ്പിക്കാൻ കച്ചകെട്ടിയിറങ്ങിയ ഒരു കൂട്ടം സോ കോൾഡ് സ്ത്രീപക്ഷവാദികളെയും മാപ്രാച്ചി കോപ്രാച്ചികളെയും കാണുമ്പോൾ, അവറ്റകളുടെ ക്രോം കരച്ചിൽ കാണുമ്പോൾ ചിലത് പറയാതെ വയ്യ. കുറച്ചു ദിവസമായി പ്രവർത്തനരഹിതമായിരുന്ന അതിജീവിതമാരെ വെച്ചുകൊണ്ടുള്ള ഇരവാദ എഞ്ചിൻ വീണ്ടും അതിശക്തമായിട്ട് പ്രവർത്തിച്ച് കുറെ ചാറ്റ് സ്ക്രീൻഷോട്ടുകൾ എടുത്തു വീശി സ്ത്രീ സുരക്ഷയുടെ സൈറൺ മുഴക്കുന്നു. അരേ വാഹ്! ബ്ലോക്ക് ബട്ടൺ ഓപ്ഷൻ എന്തെന്നറിയാത്ത, തരോ എന്ന് ചോദിച്ചാൽ വരാം എന്ന് മറുപടി കൊടുക്കുന്ന ദാറ്റ് സ്പെഷ്യൽ മാനാഭിമകൾക്ക് വേണ്ടി ഉച്ചത്തിൽ എഞ്ചിൻ പ്രവർത്തിപ്പിക്കുന്നത് കാണുമ്പോൾ അറിയാതെ ഓർത്തു പോകുന്നു കഴുക്കോലിൽ തൂങ്ങിയാടി പിടഞ്ഞു തീർന്ന പിഞ്ചു ശരീരങ്ങളെ. വാളയാറും വണ്ടിപ്പെരിയാറും. കേവലം 6 വയസ്സ് മാത്രം ഉണ്ടായിരുന്ന വണ്ടിപ്പെരിയാറിലെ പൊടിക്കുഞ്ഞ് തൂങ്ങി നിന്നാടിയത് ഒരു കാമപിശാചിന്റെ മനോവൈകൃതം കൊണ്ടായിരുന്നു. 3 വയസ്സ് മുതൽ ബിസ്ക്കറ്റ് കൊടുത്ത് ആ പൊടിക്കുഞ്ഞിനെ വശത്താക്കി അതിന്റെ ഉള്ളം മേനി കൊത്തിപ്പറിച്ച കഴുകൻ അർജുൻ ഒടുക്കം അതിനെ കൊന്നു കെട്ടിത്തൂക്കി. അർജുൻ എന്ന റീസൈക്കിൾ കേരളയുടെ ഭാഗമായ സഖാവായിരുന്നു ആ കൊലയാളി. രാഷ്ട്രീയ ഇടപെടൽ കൊണ്ട് ഒടുക്കം കൃത്യമായ തെളിവുകൾ നിരത്താതെ വെറും പേരിന് മാത്രമുള്ള പോക്സോ കേസായി അത് കോടതിക്ക് മുന്നിൽ എത്തിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞപ്പോൾ പതിവ് കാര്യം തന്നെ നടന്നു. ഡിസംബർ 2023 അവനെ കോടതി വെറുതെ വിട്ടു. ഒരു മാധ്യമ മാപ്രാച്ചിക്കും പൊള്ളിയില്ല. ആ കുഞ്ഞിന് കിട്ടാതെ പോയ നീതി വാങ്ങി നൽകണമെന്ന് ഒറ്റ മുതുക്കി ഫേക്ക് ഫെമിനിസ്റ്റുകൾക്കും തോന്നിയതുമില്ല. കഥ അവിടെ തീർന്നില്ല. ആദ്യമായി ഒരു ബാലപീഡകനെ വിളിച്ചിരുത്തി ഇന്റർവ്യൂ എടുപ്പിക്കാൻ, അവനെ വെളുപ്പിക്കാൻ തക്ക തൊലിക്കെട്ടി ഒരു ചാനലിനും ജേർണലിസ്റ്റിനും ഉണ്ടായി. വെറും 6 വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കിയ, എട്ടും പൊട്ടും തിരിയാത്ത 3 വയസ്സ് മാത്രമുള്ള കുഞ്ഞിനെ തുടർച്ചയായി പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരുത്തന്റെ ഇന്റർവ്യൂ എടുക്കാൻ ഉളുപ്പ് തോന്നാത്ത ചാനലിനെ ഇന്റർവ്യൂ ചെയ്ത് ജേർണലിസ്റ്റിനെ വിമർശിക്കാൻ ഒറ്റ മാപ്രാച്ചി കോക്രാച്ചികൾക്കും നാവു പൊന്തിയില്ല. അന്നേരം അണ്ണാക്കിൽ പിരിവെട്ടിയിരുന്ന സകലരും ഇപ്പൊ ഹാഷ്മിക്കെതിരെ മാധ്യമധർമ്മം എടുത്ത് വീശി സദാചാരത്തിന്റെ സ്റ്റഡി ക്ലാസ് നടത്തുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയ നേതാവിന്റെ കോഴിത്തരം എന്തായാലും മുകളിൽ കണ്ടതുപോലെ കോൾഡ് ബ്ലഡഡ് ബ്രൂട്ടാലിറ്റി അല്ല.
അയാൾ ആരുടെ വീട്ടിലും കടന്നു ചെന്ന് റേപ്പ് ചെയ്തിട്ടില്ല, പൊടിക്കുട്ടികളെ വേട്ടയാടിയിട്ടില്ല, ഒരാളെയും കൊന്നിട്ടുമില്ല. ഒരു ജനപ്രതിനിധി ചെയ്യേണ്ട മര്യാദ, മാന്യതൊന്നും അയാൾ കാണിച്ചില്ല എന്നത് നേരെ. കിട്ടിയ പദവി, ജനപിന്തുണയൊക്കെ കാസനോവ കളിച്ച് ദുരുപയോഗം ചെയ്തു. ഒന്നും രണ്ടും കെട്ടി പിന്നെ 1/2 ഡസൻ ചിന്ന വീട് സെറ്റപ്പുള്ള കോടീഷ്മന്മാർ മന്ത്രിയായിട്ടും MLA ആയിട്ടും വിലസി നിൽക്കുന്ന ഈ നാട്ടിൽ തന്നെയാണിടേ ഈ മാങ്കൂട്ടവും ഉള്ളത്. അവന്മാർ ചെയ്തതുപോലുള്ള ഞരമ്പിസം തന്നെയോ ഓനും ചെയ്തിട്ടുള്ളൂ. ഒരു ചൂണ്ട ഇട്ടു നോക്കി അതിൽ ആരെങ്കിലും കോർത്താൽ കിട്ടി, അല്ലെങ്കിൽ ചട്ടി എന്ന രീതിയാണ് ചെയ്തത്. പെണ്ണ് തന്നെ വേണ്ട വിധം കൈകാര്യം ചെയ്താൽ തീരുന്ന ടൈപ്പ് ഞരമ്പിസം. അതിനയാൾ സ്വന്തം പ്രസ്ഥാനം, പദവി എന്നിവ കരുവാക്കി എന്നതാണ് തെറ്റ്. 18 വയസ്സ് കഴിഞ്ഞ് ആണിനും പെണ്ണിനും ഉഭയകക്ഷി സമ്മതത്തോടെ ബന്ധപ്പെടാൻ റൈറ്റ് ഉണ്ടായിരിക്കവേ അവിവാഹിതനായ അയാളും വിവാഹിതകളായ സ്ത്രീകളും തമ്മിൽ ഉണ്ടായ ലൈംഗിക ബന്ധത്തെ, അതൊക്കെ ബലാത്സംഗമാണെങ്കിൽ അല്ലേ ഈ നാട് കടത്താൻ തക്ക ക്രൈം ആവുള്ളൂ. പിന്നെ ഗർഭചിത്രം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് തീരുമാനിക്കാൻ കോടതിയുണ്ടല്ലോ. നിയമം അതിന്റെ വഴിക്ക് നീങ്ങുമ്പോൾ കിട്ടേണ്ട ശിക്ഷ അയാൾക്ക് കിട്ടും. അതിജീവിതയ്ക്ക് നീതി ലഭിക്കും. ഇതൊരുത്തിനെയും വെളുപ്പിക്കാനുള്ള പോസ്റ്റല്ല. അങ്ങനെയാണെന്ന് തോന്നിയാൽ അതെന്റെ പ്രശ്നവുമല്ല. തെറ്റ് ചെയ്തവൻ വെള്ളം കുടിക്കണം, കുടിക്കട്ടെ ലിറ്റർ കണക്കിന്. അത് കേവലം ഒരുത്തൻ മാത്രമല്ല, കുടിക്കുമ്പോൾ എല്ലാവരും അവളുമാരും കുടിക്കണം. കലോത്സവം റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ട് കൊച്ചു പിള്ളേരെ നോക്കി വെള്ളമിറക്കിയവനും ആ കൊതി കണ്ട് സ്റ്റുഡിയോ ഫ്ലോറിൽ നിന്ന് ആവേശം പകർന്നവനും ഒക്കെ തെമ്മാടികൾ തന്നെയാണ്. അവൻ്റെയൊക്കെ പേരും മാപ്രകൾ എന്ന് തന്നെയാണ്. പക്ഷെ അവനൊക്കെ ഇടത് PR വർക്ക് കൈയാളുന്നവർ ആയോണ്ട് പോക്സോ കേസ് കുറ്റം ചെയ്താലും നോ പ്രശ്നം, പോക്സോ കേസ് പ്രതിയെ വെളുപ്പിച്ചാലും നോ പ്രശ്നം. ഇവറ്റകളുടെ വീക്ഷണകോണകത്തിൽ കേരളത്തിലെ ഒരേ ഒരു ഭീകര പെർവേർട്ട് രാഹുൽ മാത്രമാണ്. മാധ്യമധർമ്മത്തെ നോക്കി കൊഞ്ഞനം കുത്തിയ അതിജീവിതകളുടെ കണ്ണീര് കാണാൻ കഴിയാത്ത ഒരേ ഒരു ദുഷ്ടമാപ്ര ഹാഷ്മി മാത്രമാണത്രേ. സത്യത്തിൽ രാഹുൽ വിഷയത്തിൽ പലരും ആയുധമാക്കുന്നത് അയാളുടെ രാഷ്ട്രീയമാണ്. അയാളുടെ രാഷ്ട്രീയത്തോടുള്ള എതിർപ്പ് ഒന്നുകൊണ്ട് മാത്രം കുറെ ഫേക്കിസ്റ്റ് സ്ത്രീപക്ഷവാദികൾക്ക് നിരുപാധികം പിന്തുണ കൊടുക്കുന്നവരാണ് അധികവും. സ്വന്തം രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ അയാൾ ഇനി ഭൂലോക തരികടയായാലും അയാളുടെ മതിൽച്ചാട്ടം കയ്യോടെ പിടിച്ചാലും അതിനെ മെഴുകി ന്യായീകരിക്കുന്ന അണികൾ ഏതു പാർട്ടിയിലാണ് ഇല്ലാത്തത്? ഒരു തൃശൂർ ബേസിൽ മതിൽച്ചാട്ടം കയ്യോടെ പിടിച്ചിട്ട് അന്ന് അയാൾ സ്വന്തം പാർട്ടിയിലെ ജിഹയായിരുന്നപ്പോൾ മറച്ചു പിടിച്ച ശേഷം അയാൾ അപ്പുറം പോയപ്പോൾ വിളിച്ചു പറഞ്ഞ രാഷ്ട്രീയ അണികൾ ഈ സോഷ്യൽ മീഡിയ വരമ്പത്ത് നിന്ന് ഇപ്പോൾ സദാചാരം പറയുന്നു. ഇവിടെ പീഡനത്തിന്റെ അളവ് റിക്ടർ സ്കെയിൽ വെച്ച് അളന്നു നേതാക്കൾക്ക് ജയ് വിളിക്കുന്ന അണികൾ രാഹുലിനെ കല്ലെറിയുന്നു. സ്വന്തം ഉമ്മറത്ത് കിടക്കുന്ന അപ്പിയിൽ ചവിട്ടാതെ അപ്പുറത്തെ പറമ്പിൽ കിടക്കുന്ന കാക്കക്കാട്ടം കണ്ട് അയ്യേ എന്ന് വിളിക്കുന്ന എല്ലാ ഫേക്ക് ആക്രമാക്രികളോടും പുച്ഛം മാത്രം. ചരിത്ര പ്രസംഗം നടത്തുന്ന വാസവദത്തന്മാരോടും ദത്തന്മാരോടും ഉത്തരത്തിൽ തൂങ്ങിക്കിടന്ന് പിടഞ്ഞ പിഞ്ചു കുഞ്ഞു ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ എനിക്ക് നേരെ കണ്ണുകൾ കൊട്ടിയടയ്ക്കുന്നുവെന്ന്. വല്ലാത്തൊരു പോസ്റ്റാണിത്. ഈ പോസ്റ്റിനപ്പുറത്തേക്കൊന്നും ഇതേക്കുറിച്ച് പറയാനില്ല. ഒരു CPM കാമാധിപൻ വണ്ടിപ്പെരിയാറിൽ ഒരു പിഞ്ചു കുഞ്ഞിനെ ബലാത്സംഗം ചെയ്ത് കെട്ടിത്തൂക്കിയിട്ട് അവനെ പിടിച്ച് ചാനൽ സ്റ്റുഡിയോയിൽ കൊണ്ടിരുത്തി അവന്റെ അഭിമുഖമെടുത്ത് വെളുപ്പിക്കാൻ ശ്രമിച്ച അരുൺകുമാറിന്റെ റിപ്പോർട്ടറിലെ റോഷി പാൽ എന്നൊരുത്തനാണത്രേ ഹാഷ്മിക്ക് ബദലായി ഇപ്പോഴത്തെ ഫെമിനിസ്റ്റുകൾക്കും ബുദ്ധിജീവികൾക്കും മാതൃകാ പുരുഷൻ. കഷ്ടം, കഷ്ടം, കഷ്ടം.